ഹായ് ഫ്രണ്ട്സ്, ഒരുപക്ഷെ ഇന്നേ ദിവസം ഇന്ത്യ ഏറ്റവും അധികം ചർച്ച ചെയ്ത വിഷയം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ പ്രസംഗമാണ്. നോട്ട് നിരോധനം മുതൽ ഇങ്ങോട്ട് നീറ്റ് വരെ എല്ലാ വിഷയങ്ങളും അദ്ദേഹം വിമർശന വിധേയമാക്കി. രാജ്യം അത് ശ്രവിച്ചു. തീർച്ചയായും ഗവൺമെന്റിനെതിരെ അദ്ദേഹം ശക്തമായി തന്നെ ആഞ്ഞടിച്ചു. ഇതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ക്രിയാത്മകമായ പ്രതിപക്ഷം, ശക്തമായ പ്രതിപക്ഷം ഗവൺമെന്റിന്റെ പോരായ്മകളെ ചൂണ്ടിക്കാണിക്കാൻ, അവരെ തിരുത്തുവാൻ ആ പ്രതിപക്ഷത്തെ ജനം ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതിലുപരി പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ഒരു കേന്ദ്രമന്ത്രിക്ക് സമാനമായ അവകാശ അധികാരങ്ങളുള്ള ഭരണഘടനാ പദവിയാണ്. ഗവൺമെന്റിന് അദ്ദേഹത്തെ അവഗണിക്കാനാവുകയില്ല. പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾക്ക് ജനം കാതോർക്കുന്നു. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇത് കാണുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രാധാന്യം. അല്ലെങ്കിൽ തന്നെ ആലോചിച്ച് നോക്കിയേ, ജൂൺ 23 നടക്കേണ്ടിയിരുന്ന നീറ്റ് പരീക്ഷ തലേന്ന് രാത്രി റദ്ദ് ചെയ്യപ്പെടുന്നു. എന്നിട്ടോ ഇതുവരെ യാതൊരു നടപടിയുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ കുട്ടികൾ എത്രമാത്രം കഷ്ടത്തിലായി എന്ന്. എത്രയോ ദിവസം ഉറക്കം വിളിച്ചിരുന്ന് പഠിച്ചതാണ്. ഇപ്പോ എന്ന് നടക്കുമെന്ന് പോലും അറിഞ്ഞുകൂടാ. ഇത് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഏറ്റവും വലിയ പരാജയവും. നമ്മുടെ പ്രധാനമന്ത്രി സാങ്കേതിക വിദഗ്ധന്മാരെ ആശ്രയിക്കുന്നില്ല. നമുക്കറിയാം, അദ്ദേഹത്തിന് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, ഇത്തരം കാര്യങ്ങൾ വലിയ പരിജ്ഞാനവുമില്ല. പക്ഷേ മുൻ പ്രധാനമന്ത്രിമാരെ നോക്ക്, അവരെല്ലാം വലിയ വലിയ വിദ്യാഭ്യാസ വിചക്ഷണന്മാരൊന്നും ആയിരുന്നില്ല. അതിന് ജവഹർലാൽ നെഹ്റു ആണെങ്കിലും ഇന്ദിരാഗാന്ധി ആണെങ്കിലും ഒക്കെ. അതിനു പകരം അവര് അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദഗ്ധരുടെ ഉപദേശം ആരായി, ഏത് രംഗത്തുള്ളവരാണെങ്കിലും. നീതിന്റെ കാര്യത്തിലാണെങ്കിലും മെഡിക്കൽ കൗൺസിലുമായി ആലോചിക്കണം, ബന്ധപ്പെട്ടവരെ വിളിച്ചു വരുത്തണം 24 മണിക്കൂറിനകം. എന്നിട്ട് അവരോട് ചോദിക്കണം എപ്പോൾ നടത്താൻ പറ്റും ഈ പരീക്ഷ കുറ്റരഹിതമായി. അവർ ഉത്തരം പറയണം, ഉത്തരം പറയിപ്പിക്കണം. എന്നിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം ആ ഡേറ്റ് നിശ്ചയിക്കണം. ഒന്നും നടന്നിട്ടില്ല ഇതുവരെയും. ഇതിങ്ങനെ നീളുകയാണ്. വിദ്യാർത്ഥികൾ പെരുവഴിയിലായിരിക്കുന്നു. ഇവരൊക്കെ ഡോക്ടർമാരാണെന്ന് ഓർക്കണം. ഞാൻ പറയുന്നത് PG നീറ്റിന്റെ കാര്യമാണ്. അവരൊക്കെ ഡോക്ടർമാരാണ്, അവർക്ക് ഡ്യൂട്ടി ഉള്ളതാണ്. പ്രത്യേകമായി പഠിച്ച് പോസ്റ്റ് ഗ്രാജുവേഷൻ പരിശ്രമിക്കുകയാണ്. അതിലെല്ലാം ഉപരി PG നീറ്റ് പരീക്ഷ കൃത്യസമയം നടന്നില്ല എങ്കിൽ ആരോഗ്യ രംഗം തന്നെ തകരാറിലാകും. എന്ന് പറഞ്ഞാൽ ആരോഗ്യ വകുപ്പില്, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളിലെ ഡ്യൂട്ടി വലിയൊരു ശതമാനം നിർവഹിക്കുന്നത് ഈ PG ഡോക്ടർമാരാണ്. ഒരു ബാച്ച് പുറത്തിറങ്ങുമ്പോൾ അടുത്ത ബാച്ച് ചാർജ് ഏറ്റെടുക്കണം. അല്ലെങ്കിൽ ആരോഗ്യ മേഖല തന്നെ തകരാറിലാകും. വേണ്ടത്ര ഡോക്ടർമാർ ഉണ്ടാവുകയില്ല. അതിന്റെ അനന്തരഫലം രോഗികളാണ്, സാധാരണ രോഗികളാണ്. ഇതൊക്കെ ആരും മൈൻഡ് ചെയ്യുന്നു അല്ലേ? അത് തന്നെയാണ് ഈ ഗവൺമെന്റ് ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. സാധാരണക്കാരന്റെ പ്രശ്നങ്ങളോട് മുഖം തിരിക്കുകയാണ് ഈ ഗവൺമെന്റ്. വിമർശിക്കാതിരിക്കാനാവുകയില്ല. ഈ വ്യവസ്ഥയ്ക്ക് എന്ന് മാറ്റം വരും ആർക്കും അറിയില്ല. ഈശ്വരോ രക്ഷതു കേഴുക ഭാരതമേ.